പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായി ഞങ്ങളെ അനന്തമായി അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അങ്ങ് ചൊരിയുന്ന കൃപകളെയോർത്ത്, അനുഗ്രഹങ്ങളെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയില് അനേകായിരങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിന്റെ പല മേഖലകളും തിരിച്ചു പിടിച്ച് കൃപയുടെ ഭവനങ്ങളാക്കി മാറ്റി അങ്ങയുടെ സ്വന്തമാക്കി തീർത്ത് അങ്ങേ തിരുഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ ഉറപ്പിക്കുന്ന വലിയ കരുണയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ സംരക്ഷണത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തമായ കരത്തിന്റെ കീഴില് താഴ്മയോടെ നിന്ന് ആ കരങ്ങളുടെ സംരക്ഷണം അനുഭവിച്ച് ജീവിക്കുവാൻ കർത്താവേ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇവിടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, കുടുംബത്തിലെ ഓരോ അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങള്, വേദനകള്, കട്ടപ്പാടുകള്, തകർച്ചകള്, നൊമ്പരങ്ങള്, ചില പൈശാചിക പീഡകള്, ദുശീലങ്ങള്, തർക്കദോഷങ്ങള്, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, എല്ലാ അവസ്ഥകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബത്തെ വേട്ടയാടുന്ന, നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ശത്രുക്കളെയും പൈശാചിക ശക്തികളെയും നാശമാഗ്രഹിക്കുന്ന ദുരാത്മ ദുർഭൂതങ്ങളെയും യേശുവിന്റെ നാമത്തില് വിശുദ്ധ കുരിശിനാൽ മുദ്രവെച്ച് നിർവീര്യമാക്കി കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, വീണ്ടെടുക്കണമേ, രക്ഷിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പ്രാർത്ഥനയിലൂടെ കൃപയുടെ സമൃദ്ധിയില് ഇന്നലെയും ഇന്നും എന്നും ഒരുവനാകുന്ന യേശുവിന്റെ മുമ്പില് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോയ്ക്ക് അതെല്ലാം തിരിച്ചു തരാനും നമ്മെ വീണ്ടും ശക്തിപ്പെടുത്താനും സൗഖ്യപ്പെടുത്താനും ജീവൻ തരാനും സാധിക്കും. നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ കാര്യമാണ് കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസം. ഇന്ന് പല കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി വിശ്വാസം, വിശ്വാസ ജീവിതം, അതനുസരിച്ചുള്ള ദൈവബന്ധം, സ്വർഗത്തിന്റെ സംരക്ഷണം, പരിപാലന. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ, ജീവിതത്തിന്റെ, മക്കളുടെ വലിയൊരു കരുത്താണ്. ദാവീദിനെ പോലെ കർത്താവിന്റെ കൂടെയുണ്ട്, കർത്താവിന്റെ ഇടയനാകുന്നു, കർത്താവിന്റെ യുദ്ധ, കർത്താവിന് വിജയം നൽകും. മരണത്തിന്റെ നിഴൽ വീണ് താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല, കർത്താവിന്റെ കൂടെയുണ്ട്. അബ്രാഹത്തെ പോലെ വിശ്വാസത്തോടു കൂടി സ്വീകരിച്ച കരുത്ത്, യോശുവയെ പോലെ, മോശയെ പോലെ കർത്താവ് സാന്നിധ്യത്തിൽ കൂടെ നിന്ന് കരുത്ത്, ജോബിനെ പോലെ എന്തു വന്നാലും കർത്താവ് അറിയാതൊന്നും സംഭവിക്കുന്നില്ല. ദൈവമേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. പഴയ നിയമത്തിന് ജോസഫിനെ പോലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച വിശ്വാസത്തിന്റെ കരുത്ത്, അനേക പ്രവാചകന്മാരെ പോലെ, ദൈവജനത്തെ പോലെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ കർത്താവിൽ അടിയുറച്ച് നിന്ന കരുത്ത്, വിശ്വാസത്തിന്റെ ബലം, ഇത് നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പണ്ടൊക്കെ ദൈവവിശ്വാസം, ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് ഇല്ലാതെ പോയ ഒരു കാര്യം ഇന്ന് എല്ലാ മക്കളിലും പെട്ടെന്ന് കടന്നു വരുന്നുണ്ട്. എന്നറിയോ? ഡിപ്രഷൻ. ഇന്ന് നമ്മുടെ മക്കളുടെ ഇടയിലും, മക്കളല്ല കുടുംബങ്ങളുടെ ഇടയിൽ, വൈദികരിലും സന്യസ്തരിലും സകലമാന മക്കളിലും ഭയങ്കരമായ ഡിപ്രഷൻ, സ്ട്രെസ്. ചെറിയൊരു പ്രശ്നം പോലും ഏറ്റെടുക്കാനോ അതിനെ നേരിടാനോ പറ്റാത്ത വിധം മാനസികമായി തകർന്ന് മരുന്നിന് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ. എന്തുമാത്രം ധ്യാനങ്ങൾക്കൊക്കെ വരുമ്പോ എന്തുമാത്രം മക്കളാ, എന്തുമാത്രം പേരാ ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നു. ഇവരൊക്കെ സംസാരിക്കുമ്പോ ഈ മക്കൾക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോവാ. ജീവിതത്തിന്റെ അടിസ്ഥാനം, ഉറപ്പ്, ദൈവം, വിശ്വാസം. ഈ വിശ്വാസവും ദൈവബന്ധമുള്ള മക്കള് എന്ത് പ്രശ്നം വന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം മക്കളെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങൾ വരും, കഷ്ടപ്പാടുകൾ വരും,
പരാജയങ്ങൾ വരും, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗം. പക്ഷെ ഒരു ചെറിയ പരാജയം പോലും, ഒരു പ്രശ്നം പോലും നേരിടാനുള്ള കരുത്തും ശക്തിയും ഇന്ന് മക്കൾക്കില്ലാതെ പോയി, കുടുംബങ്ങൾക്കില്ലാതെ പോയി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആകപ്പാടെ വെപ്രാളാകുന്നു, പ്രശ്നമാകുന്നു, ഡിപ്രഷനാകുന്നു, പെട്ടെന്ന് തന്നെ മരുന്നിലേക്ക് ചെന്നപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാനൊക്കെ ഒരു 3-4 മാസം ഒരു പ്രത്യേക സാഹചര്യത്തില് ഡിപ്രഷനിലേക്ക് പോയിട്ടൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാണ്, അതിൽ നിന്നൊക്കെ കരകയറി വരാൻ സഹായിച്ചത് കർത്താവിനുള്ള വിശ്വാസത്തിന് ഉറപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ വീണ്ടും അതിൽ നിന്നൊക്കെ മാറി മരുന്നൊക്കെ ഉപേക്ഷിച്ച് കർത്താവിൽ ഉറച്ചു. ഞാൻ പറഞ്ഞു വരിക പ്രിയ, ഇതൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ചില സമയത്ത് നമുക്ക് സങ്കടങ്ങൾ വരും, അല്ലെങ്കിൽ ഡിപ്രഷൻ വരും, അല്ലെങ്കിൽ നിരാശ വരും, അല്ലെങ്കിൽ ഭയപ്പാട്, ചില ആക്രമണങ്ങൾ, പൈശാചിക പീഡകള് ഒക്കെ വരും. എന്തു വന്നാലും എന്റെ കർത്താവിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെല്ലാം അതിജീവിക്കും. അതല്ലേ യെശയ്യാ പ്രവാചന പുസ്തകത്തില് 40-ാം അധ്യായത്തിന് 30-ാം വചനം പറയുന്നുണ്ടല്ലോ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, കഴുകനെ പോലെ അവൻ ചിറകടിച്ചു വരും, അവൻ ഓടിയാൽ തളരില്ല, നടന്നാൽ ക്ഷീണിക്കത്തില്ല. പ്രഭാഷകൻ 2:10 പറയുന്നുണ്ടല്ലോ, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? അതെ മക്കളെ, കർത്താവിനെ ആശ്രയിച്ചാൽ ആരും ഭഗ്നാശരായി പോയില്ല. സങ്കീർത്തകന്റെ ഒക്കെ വിശ്വാസത്തിന് ഉറപ്പതാണ്. 57-ാം സങ്കീർത്തനം 3-ാം വചനം 1 മുതലുള്ള വചനഭാഗം വായിക്കുന്നുണ്ട്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എന്റെ ദൈവത്തെ തന്നെ. അവിടത്തെ വിളിച്ചപേക്ഷിച്ചാൽ എനിക്ക് എല്ലാം ചെയ്തു തരുന്ന ദൈവമുണ്ട്. പേടിക്കണം, കർത്താവിന്റെ കൂടെയുണ്ട്. ഈ ഒരു വിശ്വാസം നമ്മുടെ മക്കൾക്കും കുടുംബത്തിനൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം വന്നാല് ഈ വിശ്വാസം ഉണ്ടെങ്കിൽ, കർത്താവേ ഇതും മാറും, നീ ഇടപെടണം, നീ ബലം തരണം, നീ ശക്തിപ്പെടണം. നമ്മൾ അപ്പോഴേക്കും ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിട്ട്, ഒച്ചപ്പാടായി, ബഹളമായി, ഡൈവോഴ്സായി, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുന്നു. നോ, വിശ്വാസം, എന്റെ ദൈവം ഇടപെടും, എന്റെ ദൈവത്തിന് മുമ്പിലെ പരിഹാരമുണ്ട്, എന്റെ ദൈവം സർവാധിപനാണ്, എന്റെ ദൈവം സർവശക്തനാണ്. ആ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് വേണം. നമ്മളിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഈ വിശ്വാസം തിരിച്ചു പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റണം. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിന് 5-ാമത്തെ വചനത്തില് സ്ലീഹന്മാര് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി കർത്താവിനുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബം നഷ്ടപ്പെട്ടു പോയ വിശ്വാസം, നമുക്ക് നമ്മുടെ മക്കൾക്ക് വിശ്വാസം പോയി, പള്ളിയിലില്ല, ഉദാശകളില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ദൈവബന്ധമില്ല. വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ ദൈവബന്ധം കംപ്ലീറ്റ് പോയി. പിന്നെ അതോടൊപ്പം തന്നെ സംഭവിക്കുന്ന കാര്യം, ദൈവത്തെ വിട്ടാൽ പിന്നെ ലോകത്തിലേക്ക്, കൂട്ടുകെട്ടിലേക്ക്, ഡ്രഗിലേക്ക്, മറ്റു പല വ്യാപാരങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക്, ചെടിക സുഖങ്ങളിലേക്ക് എല്ലാം നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും പിന്നെ തിരിച്ചു കിട്ടാൻ പറ്റാത്ത വിധം പിശാച് നശിപ്പിച്ച് അവസാനം തകർത്ത് തരിപ്പണമാക്കി ചില മക്കളൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്നു. ചില മക്കള് ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് നിരന്തരമായിട്ടെന്ന പോലെ മരുന്നിനടിമകളായി മാറുന്നു. അങ്ങനെ പല മേഖലയിൽ നശിച്ചു പോകുന്ന അനേകം മക്കളെ ദിവസങ്ങളിൽ കണ്ടു. മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവത്തിന്റെ മക്കളാ, കർത്താവ് കൂടെയുള്ള മക്കളാ. സങ്കീർത്തനം 33:3 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവമായ കർത്താവ്, ദൈവമായുള്ള ജനവും, കർത്താവ് തെരഞ്ഞെടുത്ത ജനവും, അതാണ് നമ്മൾ. കർത്താവ് ദൈവമായുള്ള ജനം, നമ്മള് ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത ജനമാ. മാമോദീസായിലൂടെ ക്രൈസ്തവ ജീവിതം ആ ദൈവത്തിന്റെ സ്വന്തമായ മക്കളെ പോലെ ആ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച്, എന്റെ കർത്താവായ എന്റെ ദൈവം, ആ ഒരു അടിസ്ഥാനത്തിൽ വിശ്വാസത്തോടെ ജീവിക്കാൻ നമുക്കിടയാകണം. എന്തു വന്നാലും നമ്മുടെ ദൈവം ഇടപെടും. അത് നമ്മുടെ കുടുംബത്തിന് വേണം. തിരിച്ചു പിടിക്കാം. ആ വിശ്വാസത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ എന്ത് പ്രശ്നമാകട്ടെ മക്കളെ, നഷ്ടപ്പെട്ടു പോയ സമാധാനം, സമ്പത്ത്, ആരോഗ്യം, സൗഖ്യം എന്തുമാകട്ടെ, എല്ലാം എന്റെ കർത്താവിലൂടെ തിരിച്ചു പിടിക്കാൻ പറ്റും. ദിവികാര സന്നദ്ധയില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി, അമ്മായിയപ്പനും അമ്മായിമ്മയ്ക്കും വേണ്ടി
എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരികെ നൽകിക്കൊണ്ട് വീണ്ടും ഞങ്ങളുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ, അങ്ങയിൽ ഉറപ്പിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. ഒരു കാര്യം, ഇങ്ങനെ പോയ അനേകം മക്കളുണ്ട് പ്രിയ സഹോദരങ്ങളെ. ഒരു നിസ്സഹായാവസ്ഥയിലാണ് ദിവസങ്ങൾക്ക് കുറേ മക്കൾ, ഒത്തിരി മക്കളെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. ഇങ്ങനെ പോയ മക്കൾ എന്തോരം പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണില്ല, ഒരു പ്രത്യാശ മക്കൾക്ക് കിട്ടണില്ല. എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്താലും സ്വീകരിക്കാൻ പറ്റില്ല. ഈ മക്കൾക്ക് പള്ളി പോകാൻ പറഞ്ഞ പള്ളി പോകാൻ പറ്റണില്ല, പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ദൈവത്തോടൊരു മാതിരി വെറുപ്പ്. പള്ളി, പ്രാർത്ഥന, വചനം, ഭക്തിഗാനം കേൾക്കുമ്പോൾ ആകെ പാടെ അസ്വസ്ഥതയാണ്. ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് അവർക്കൊരു സ്വർഗത്തിന് സഹായം പ്രത്യേകം ലഭിക്കണം. നമുക്ക് ഇന്ന് പ്രത്യേക നിയോഗം വെച്ച് നമ്മുടെ തിരുരക്തത്തിന്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 91 സങ്കീർത്തനം പാടിയിട്ടുണ്ടല്ലോ നമ്മുടെ ബ്രദർ ജസ്വിൻ ബ്രദർ. അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ 91 സങ്കീർത്തനം ആലപിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കർത്താവിന്റെ കരുണയ്ക്കായി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. മാതാവിനോടും യേശുപിതാവിനോടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പ്രിയപ്പെട്ടവരിലോ, അതുമായിട്ട് അതുമല്ലെങ്കിൽ അച്ഛനോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട ഒത്തിരിയേറെ ആയിരക്കണക്കിന് മക്കളുടെ ഈ മേഖലയിൽ മക്കൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വലിയ പ്രാർത്ഥന സഹായം ഈ മക്കൾക്ക് വേണ്ടി അച്ഛൻ യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അച്ഛനൊത്തിരി പ്രാർത്ഥിക്കുന്നു, കുർബാനയിലും ആരാധനയിലും ഒക്കെ. ചിലപ്പോഴൊക്കെ എനിക്ക് ഒരു വിഷമം വരുന്നവർ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടും ഗ്രഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മടുപ്പ് തോന്നുന്നു. മക്കൾ മടുപ്പ് തോന്നുന്നു. അച്ഛനോട് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യാശ നഷ്ടപ്പെടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തിന്റെ മക്കൾ ആ അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ ദാർഢ്യതയിൽ, ഉറപ്പിൽ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെ അങ്ങനെ തിരിച്ചു പിടിക്കാം, മക്കളെ തിരിച്ചു പിടിക്കാം, കർത്താവിൽ തിരിച്ചു പിടിക്കാം, ഉദാശയിൽ തിരിച്ചു പിടിക്കാം, വിശ്വാസത്തിൽ നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും തിരിച്ചു പിടിക്കാം. ഈശോയെ, ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകമാവിധം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, തങ്ങളുടെ കുടുംബങ്ങളെ, തങ്ങളുടെ മക്കളെ, ജീവിതങ്ങളെ തിരിച്ചു പിടിച്ച് നഷ്ടപ്പെട്ടു പോയ സമാധാനം, സൗഖ്യം, സന്തോഷം, സമ്പത്ത്, വിജയം തിരിച്ചു പിടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് തിരുസന്നിധിയിലായിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു നൽകാൻ വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഇന്നലെയും ഇന്നും എന്നും ഒരുവനാകുന്ന ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക്, ഈ മക്കളുടെ കുടുംബങ്ങൾക്ക്, ഇവരുടെ പ്രിയപ്പെട്ടവർക്ക് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം, സമാധാനം, സൗഖ്യം, വിജയം, സാമ്പത്തിക മേഖല, ജോലി, കർത്താവ് ഇതെല്ലാം അങ്ങ് തിരിച്ചു നൽകണം. കർത്താവ് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം, ഇന്ന് അനേക മക്കൾക്ക് കർത്താവേ, അനേക മക്കൾക്ക് വിശ്വാസം ഇല്ലായ്മയിൽ നിന്ന് വന്നുപോയ ഭയം, ഉത്കണ്ഠ, നിരാശ, ഡിപ്രഷൻ, ഭയങ്കര ടെൻഷൻ, അതിലൂടെ പോയി രോഗാവസ്ഥയിൽ വീണ് പോയ ഒത്തിരി മക്കൾ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കല്ലാതെ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ തിരിച്ചു പിടിക്കാൻ ആർക്കും കഴിയത്തില്ല. നഷ്ടപ്പെട്ടു പോയ മനസ്സ്, നഷ്ടപ്പെട്ടു പോയ പ്രത്യാശ, നഷ്ടപ്പെട്ടു പോയ വിശ്വാസം, നഷ്ടപ്പെട്ടു പോയ ഉറപ്പ് കർത്താവേ അങ്ങേക്ക് നൽകാൻ പറ്റും. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഈ മക്കളെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇതുപോലെ നഷ്ടപ്പെട്ടു പോയ ഒത്തിരി മക്കള് വിശ്വാസം നഷ്ടപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട്, പരാതിയും നിരാശയിലും പെട്ട്, ഡിപ്രഷനിൽ പെട്ട്, ജീവിതത്തിന് തന്നെ ഒരു വിലയില്ലാത്ത പോലെ
കർത്താവേ, ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന മക്കള്. കർത്താവ് എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. ഡിപ്രഷന് മരുന്ന് കഴിച്ച് അതിൽ നിരാശപ്പെട്ടിരിക്കുന്ന മക്കള്, തളർന്നിരിക്കുന്ന മക്കള്, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ മക്കള് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് അങ്ങത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഏതെങ്കിലും മക്കളുടെ ജീവിതത്തില്, കുടുംബത്തില് ഇതിന് സമാനമായ അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഈശോയെ അങ്ങ് ഇടപെടണം. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ വലിയ ശക്തി, സൗഖ്യത്തിന്റെ ശക്തി, വിശ്വാസത്തിന്റെ ശക്തി, പ്രത്യാശയുടെ ശക്തി ഇപ്പോൾ എല്ലാ മക്കളിലേക്കും പ്രവഹിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മനസ്സിലേക്ക്, ചിന്തയിലേക്ക്, വികാരങ്ങളിലേക്ക്, ആസക്തികളിലേക്ക്, തോന്നലുകളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക്, ശരീരത്തിലേക്ക് കർത്താവേ അങ്ങയുടെ വലിയ ശക്തി പുറപ്പെടട്ടെ. റിലീസ് യുവർ പവർ ജീസസ്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി ഈ മക്കളിൽ കൊടുക്കട്ടെ. ഭയത്തിന്റെ ആത്മാവേ, നിരാശയുടെ ആത്മാവേ, മാനസിക രോഗത്തിന്റെ ആത്മാവേ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇപ്പോൾ വിട്ടുപോ. ധൈര്യത്തിന്റെ ആത്മാവ്, വിശ്വാസത്തിന്റെ ആത്മാവ്, പ്രത്യാശയുടെ ആത്മാവ് എല്ലാ മക്കളും നിറയട്ടെ. നിരാശ വിട്ടുമാറി പോകട്ടെ. ഇപ്പോൾ തന്നെ മാറിപ്പോയ, രോഗാവസ്ഥയിൽ അടിമപ്പെട്ടു പോയ ശരീരങ്ങള്, രോഗത്തിന്റെ അടിമത്തിൽ പോയ ഒത്തിരിയേറെ ഹോർമോണുകള്, ചിന്തകള് എല്ലാം മാറിപ്പോകട്ടെ. പ്രത്യാശ നിറയട്ടെ, വിശ്വാസം നിറയട്ടെ. അതിലൂടെ കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് തിരിച്ചു പിടിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുഹൃദയത്തിൽ തിരിച്ചു പിടിക്കണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്തവ്യ മക്കളിലേക്കെല്ലാം അങ്ങയുടെ കൃപ ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, സൗഖ്യം നിറയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ഇപ്പോൾ ഈ നിമിഷം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. മാനസിക രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ, ശാരീരിക രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ. സന്തോഷത്തിന്റെ വലിയ ചൈതന്യം നിറയട്ടെ. സന്തോഷത്തിന്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടട്ടെ. സന്തോഷത്തിന്റെ ആത്മാവ് നിറയട്ടെ. ധൈര്യത്തിന്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടട്ടെ. ധൈര്യത്തിന്റെ ആത്മാവ് നിറയട്ടെ. വലിയ സൗഖ്യം പ്രാപിക്കട്ടെ. മനസ്സ്, ചിന്തകൾ, വികാരങ്ങൾ എല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. വിശ്വാസത്തിൽ പ്രത്യാശയാൽ നിറയട്ടെ. സ്വയം നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ. അങ്ങയുടെ മഹത്വം അങ്ങയുടെ മക്കളിൽ പ്രകടമാകട്ടെ. അങ്ങയുടെ സൗഖ്യശക്തി അങ്ങയുടെ മക്കളിൽ പ്രകടമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി വെളിമയോടെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും കടന്നു വന്ന് എല്ലാ ഡിപ്രഷനും, ഉത്കണ്ഠയും, നിരാശയും, സ്ട്രെസ്സും ഒക്കെ മാറി പ്രത്യാശയിൽ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈ ആശീർവാദ സമയത്ത് ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തി എല്ലാ മക്കളിലും പ്രവഹിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. മോചനത്തിന്റെ ശക്തി, സൗഖ്യത്തിന്റെ ശക്തി, വിടുതലിന്റെ ശക്തി നിറച്ച് സമയം എല്ലാ മക്കളിലേക്കും ദിവ്യകാരുണ്യ ശക്തി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ആഗ്രഹിച്ച് സമർപ്പിച്ച് സ്വീകരിച്ച മക്കളെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ മക്കൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ
രോഗാവസ്ഥയിലും മാനസികാവസ്ഥയിലും നശിച്ച് തകർന്ന് തരിപ്പണമായി നഷ്ടപ്പെട്ടു പോകാതെ കർത്താവെ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേക്കായി അങ്ങ് തിരിച്ചു പിടിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് തന്നെ തിരിച്ചു പിടിക്കണമേ. ഞങ്ങളുടെ മക്കളെ അങ്ങ് തന്നെ സൗഖ്യത്തിൽ, സമാധാനത്തിൽ അങ്ങയുടെ സ്വന്തമായി തിരിച്ചു പിടിക്കണമേ. ഈശോയെ